ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായി നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ചില ചെടികളൊക്കെ മഴ കൊള്ളാത്ത സ്ഥലത്ത് മാറ്റേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ചെടിയാണ് നമ്മുടെ വിങ്കാ ചെടി. അതുപോലെ തന്നെ നമ്മുടെ പെറ്റൂണിയ ചെടിയും മഴയത്ത് വെക്കാൻ പാടില്ല. മഴയത്ത് വെച്ചാൽ അതിന്റെ പൂവിന്റെ ഭംഗിയൊക്കെ പോകും. കുറേ ആയില്ലേ നമ്മുടെ വിങ്കാ ചെടി കാണിച്ചിട്ട്. മഴയായതുകൊണ്ട് മുറ്റത്തിറങ്ങാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഏരിയ മഴ കിട്ടാത്ത ഭാഗത്താണ് ഞാൻ വിങ്കാ ചെടി വെച്ചത്. എന്നാലും കുറച്ചൊക്കെ ചെടികൾ തട്ടുന്നുണ്ട്. ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ ഞാൻ മുന്നേ നട്ടതാണ്. ഇവയൊക്കെ ബുഷിയാക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റ് ഉണ്ടാകില്ലായിരുന്നു. നിങ്ങൾ വിങ്കാ ചെടി വളർത്തുമ്പോൾ ഇതുപോലെ ഹൈറ്റിൽ വളർത്തി വിടാതെ ചെറുതിൽ തന്നെ കട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാകൂ. വിങ്കാ ചെടിയുടെ കമ്പ് വെള്ളത്തിലിട്ട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ സെയിൽ വീഡിയോ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ. ഇതാ ഈ ചെടി കണ്ടില്ലേ, നല്ല ബുഷിയായിട്ട് ഇരിക്കുന്നത്. ചെറുതിൽ തന്നെ ഇതിന്റെ കമ്പ് കട്ട് ചെയ്ത് വളർത്തിയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ബുഷിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ധാരാളം പൂക്കളും ഉണ്ടാകാറുണ്ട്. എന്തു ഭംഗിയാണല്ലേ കാണാൻ. ഇതാ ഈ ചെടി കണ്ടില്ലേ, പെട്ടെന്ന് ഒരു ദിവസം ചെടി നശിച്ചു പോയി. ഇത് മഴക്കാലത്ത് കണ്ടുവരുന്ന രോഗമാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിരുന്നു. ധാരാളം പൂക്കൾ തന്നിടുന്ന ചെടിയായിരുന്നു. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. കുറച്ച് ഭാഗം മാത്രം ഉണങ്ങിയിട്ടുണ്ടാകുന്ന അവസ്ഥയാണിത്. ചെറിയൊരു പ്രാണിയാണ് ഇതിന് കാരണം. പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും വളർത്തിയ ചെടി നശിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ടാകും. നല്ലൊരു ചെടിയായിരുന്നു. ചെറിയ പ്രാണി തണ്ടിൽ നിന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത് ഉണങ്ങിപ്പോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കാതെ ആ ചെടിയിൽ നിന്ന് പൊട്ടിച്ചു കളയണം. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളുടെ കൂട്ടത്തിലാണ് വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും മാറ്റിക്കൊടുക്കണം. അല്ലെങ്കിൽ മറ്റുള്ള ചെടികളിൽ കൂടി ഇത് ബാധിക്കും. വിങ്കാ ചെടിയുടെ അടിഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കണം. മറ്റുള്ള ചെടികളൊക്കെ നശിപ്പിച്ചു കളയണം. കൊഴിഞ്ഞുപോയ ഇലകളോ പൂക്കളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂടുതലായി ശ്രദ്ധിക്കണം. മണ്ണ് എന്നും നനവോടെ നിന്നാൽ ചെടി പെട്ടെന്ന് ചീത്തയാവും. രോഗം വന്ന ചെടികളൊക്കെ വേരോടെ പിഴുതെടുത്തു. എന്നാൽ മാത്രമേ മറ്റുള്ള ചെടികളിൽ ബാധിക്കാതിരിക്കൂ. മഴ പെയ്യുന്ന സമയത്ത് വിങ്കാ ചെടിയുടെ തണ്ട് ഒടിഞ്ഞു കിടക്കും. ഇത് കണ്ടോ, നേരെ നിന്നിരുന്ന വിൻകയായിരുന്നു. മഴ കൊണ്ടപ്പോൾ ചെടി ചെരിഞ്ഞു വീണു. ഇത് കണ്ടില്ലേ, മഴ കിട്ടിയ ചെടികളൊക്കെ ഒടിഞ്ഞു വീണു കിടക്കുകയാണ്. അധികം ഹൈറ്റ് വെക്കാത്ത ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. മഴക്കാലത്ത് വിങ്കാ ചെടികളെ വെട്ടി നിർത്തുകയും താങ്ങു കൊടുക്കുകയും ചെയ്യണം. ചെടിച്ചട്ടിയിലെ മണ്ണിന്റെ നനവ് നോക്കി മാത്രം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. മഴ കൊള്ളാതെ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. എന്നും ഇതേപോലെ എപ്പോഴും പൂക്കൾ കിട്ടണമെങ്കിൽ ഇതേപോലെ പരിപാലിക്കണം. ഗിവ് അവയെ കുറിച്ച് നിങ്ങളാരും മറന്നുപോയിട്ടില്ലല്ലോ. ഇന്നാണ് നമ്മുടെ ഗിവ് അവയുടെ 2ാമത്തെ ദിവസം. ഗിവ് അവയുടെ റൂൾസൊക്കെ എന്താണെന്നറിയാലോ. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കമൻറ്റ്, ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 10 വീഡിയോസിൽ നിന്നും ഇങ്ങനെ ചെയ്യുന്ന 3 പേരെ സെലക്ട് ചെയ്യും. ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ എനിക്കറിയാൻ പറ്റും. സെലക്ട് ചെയ്യുന്ന ഈ 3 പേർക്കായിരിക്കും പെറ്റൂണിയ ചെടി നൽകുക. ആദ്യത്തെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. പെറ്റൂണിയ ചെടികളുടെ തൈകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.